ഹായ് ഡിയേഴ്സ്, എജുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എക്സാം ആണ് ഈ ഞായറാഴ്ച ദിവസം വരുന്നത്, ഈ സൺഡേ വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ, പഠിച്ചോ? 6 ബ്ലോക്കുകളാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഗാന്ധിസ് എക്സ്പീരിയൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. അല്ലേ, ഗാന്ധിജി ഒന്നാമത്തെ ബ്ലോക്ക് തന്നെ ഗാന്ധിജിയുടെ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഗാന്ധിജി എന്തെല്ലാമാണ് നേടിയെടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം വിശദീകരിക്കാനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാമല്ലോ, ഉത്തരം നോക്കാം. ഇങ്ങനൊരു ചോദ്യം വന്നാൽ, ഇപ്പോൾ ഇതൊരു വലിയൊരു ആൻസർ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇങ്ങനെ ആലോചിക്കണം, ഒരു 2 മിനിറ്റ് ഇരുന്ന് ആലോചിക്കണം എന്തൊക്കെയാണ് നമുക്കിന്ന് ആൻസർ ചെയ്താലുള്ളത്, അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ തന്നെ പഠിക്കുന്ന സമയത്ത് ഓരോ കൺസെപ്റ്റ് പഠിക്കുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കണം, അല്ലേ, പഠിക്കേണ്ടത്. എന്താണ് സൗത്ത് ആഫ്രിക്കയിലെ എക്സ്പീരിയൻസ്? അതൊരു ഉത്തരമാണ്. അതിൻ്റെ ഒരു ഉത്തരം കൃത്യമായിട്ട് നമ്മളെ മനസ്സിൽ വേണം. അതേപോലെ തന്നെ എപ്പോഴാണ്, വെൻ, അല്ലേ, വാട്ട് ആൻഡ് വെൻ, എപ്പോഴാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്, എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്, ആ നടക്കുന്ന സാഹചര്യം എന്താണ്. അതേപോലെ അങ്ങനെ ഒരുപാട് ഡിവൈഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കണം നമ്മുടെ ഉത്തരം ഒന്നായിട്ട് എഴുതുന്ന സമയത്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. എന്താണ് ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ എക്സ്പീരിയൻസ്, അല്ലേ. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? മഹാത്മാഗാന്ധി വെന്റ് ടു സൗത്ത് ആഫ്രിക്ക ഇൻ 1893, അല്ലേ. 1893 അല്ലേ, 1893 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ഉത്തരം കിട്ടുകയാണ്, അല്ലേ. ഏത് സമയത്താണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്? 1893. ഓക്കെ. എന്നിട്ട് എന്തായിട്ടാണ് അദ്ദേഹം പോയത് സൗത്ത് ആഫ്രിക്കയിലേക്ക്? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് ആസ് എ യങ് ബാരിസ്റ്റർ ടു ഹാൻഡിൽ എ ലീഗൽ കേസ്, അല്ലേ. ഒരു കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ. അദ്ദേഹം ഒരു ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് അദ്ദേഹം എന്ത് പഠിച്ചത്? ലോ പഠിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു വക്കീലാണ്, അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റായ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു നിയമ കേസിന് വേണ്ടിയിട്ടാണ്, അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്, അല്ലേ. ഡ്യൂറിങ് ഹിസ് സ്റ്റേ, അദ്ദേഹം നിൽക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ സമയത്ത്, സൗത്ത് ആഫ്രിക്കയിൽ നിൽക്കുന്ന സമയത്ത്, എക്സ്പീരിയൻസ്ഡ് സീവിയർ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അല്ലേ. അദ്ദേഹം ഒരുപാട് വിവേചന സംഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ താഴെ മലയാളം കിട്ടോ, മലയാളത്തിൽ ഹിസ്റ്ററി മലയാളത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ മലയാളത്തിൽ എഴുതുന്നവർക്ക് ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി 1893 അഭിഭാഷകനായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുകയായിരുന്നു. അവിടെ അദ്ദേഹം കടുത്ത വർഗീയ വിവേചനം നേരിട്ടു, അല്ലേ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഇൻസിഡൻ്റ് ആണ് ഇത്, പീറ്റർ മാരിറ്റ്സ്ബർഗിലെ ഇൻസിഡൻറ്റ്, അല്ലേ. എന്താണ് ആ ഇൻസിഡൻറ്റ്? ചുരുക്കി പറയുകയാണെങ്കിൽ, അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, അല്ലേ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് ഉണ്ടായിരിക്കെ TTR വന്നിട്ട് അദ്ദേഹത്തെ പുറത്താക്കുകയാണ്, അല്ലേ. ഇത് വെള്ളക്കാരിരിക്കേണ്ട സ്ഥലമാണ്, ഇവിടെ നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് TTR അദ്ദേഹത്തെ പുറത്താക്കുകയാണ്, അല്ലേ. ഈവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും ഇദ്ദേഹം അല്ലെങ്കിൽ ഗാന്ധിജി ഇത്തരത്തിലുള്ളൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് പറയാനുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ. അതാണ് ഇവിടെ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട സംഭവം ഏറെ പ്രസിദ്ധമാണ്, അല്ലേ. ഈ ഒരു അനുഭവം ഇനീഷ്യലി ഗാന്ധി അഡോപ്റ്റഡ് മോഡറേറ്റഡ് മെത്തേഡ്സ് സച്ച് ആസ് സെൻഡിങ് പെറ്റീഷൻസ് ആൻഡ് മൊമറൻഡംസ് ടു ദ ഗവൺമെന്റ്, അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരേണ്ട ഉത്തരമാണ് എന്ത്? ഗാന്ധിജി ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഈ സംഭവത്തിനെതിരെ അവിടുത്തെ ഗവൺമെൻറ്റിന് പെറ്റീഷൻസ് അയക്കുകയാണ്, അല്ലേ. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പെറ്റീഷൻസ് അയച്ചു, അല്ലേ. ഈ ഒരു സംഭവത്തിനെതിരെ അദ്ദേഹം പെറ്റീഷൻസ് അയച്ചു. ലേറ്റർ ആദ്യമൊക്കെ അദ്ദേഹം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ 1906 he introduced the method of passive resistance, അല്ലേ. അത് ആദ്യം അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അദ്ദേഹം പാസീവ് റെസിസ്റ്റൻസ് ആണ് തിരഞ്ഞെടുത്തത്. ഒരു സത്യാഗ്രഹ അല്ലെങ്കിൽ സത്യാഗ്രഹ എന്ന് പറയുന്ന മെത്തേഡ്, അല്ലേ. ത്രൂ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ്, അല്ലേ. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അക്രമം ഇല്ലാതെ അഹിംസാപരമായിട്ടുള്ള മെത്തേഡായിരുന്നു, അല്ലേ. ഹി മൊബിലൈസ്ഡ്, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹി മൊബിലൈസ്ഡ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അല്ലേ. ആ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സമുദായത്തെ എല്ലാവരെയും ഒന്ന് ഗ്യാദർ ചെയ്തു, ഒന്ന് മൊബിലൈസ് ചെയ്തു, എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടി അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേറ്ററി ലോസ്. അവിടെ ഉണ്ടായിരുന്ന വിവേചനപരമായിട്ടുള്ള നിയമത്തിനെതിരെ അദ്ദേഹം പോരാടി എന്നുള്ളതാണ്, അല്ലേ. അതിൻ്റെ മലയാളം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങൾ ഗാന്ധിജിയുടെ അഹിംസയും
സത്യവും അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയ തത്വചിന്തയെ രൂപപ്പെടുത്തിയോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം തയ്യാറാക്കി അല്ലേ. അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം റെസിസ്റ്റൻസ് ചെയ്തു അല്ലേ, അതിനെതിരെ സത്യാഗ്രഹം നടത്തി. അതിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിവേചനപരമായിട്ടുള്ള ഒരുപാട് നിയമത്തിനെതിരെ അദ്ദേഹം സമരമുറകൾക്ക് മുന്നോട്ട് നിന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? ആദ്യം നമ്മൾ ഗാന്ധിജി പോയ സമയം എഴുതുക അല്ലെ, ഇന്ന സമയത്താണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയത്, എന്തിനു വേണ്ടിയാണ് എത്തിയത്, ഒരു നിയമം കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവം ഒന്ന് വിശദീകരിക്കുക. പീറ്റർ മാരിസബർഗ് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായത് അല്ലേ. ആ അനുഭവം ഒന്ന് വിശദമായിട്ടൊന്ന് വിശദീകരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ നേരിട്ട ആ ഒരു ഇൻജസ്റ്റിസ് അല്ലെ, അനീതിക്കെതിരെ അദ്ദേഹം എങ്ങനെയായിരുന്നു ആദ്യം പ്രതികരിച്ചത് അല്ലേ. ഇനീഷ്യലി ഗാന്ധി അഡോപ്റ്റഡ് മോഡറേറ്റ് മെത്തേഡ് അല്ലേ, ഒരു സമ നിലപാടായിരുന്നു അദ്ദേഹം. പെറ്റീഷൻസ് ഒക്കെ ഗവൺമെന്റിനെതിരെ കൊടുത്തു അല്ലേ. പിന്നീട് 1906 അദ്ദേഹം എന്ത് ചെയ്തത്, സത്യാഗ്രഹയിലേക്ക്, നോൺ വയലൻസിലേക്കുള്ള ആ ഒരു മെത്തേഡിലേക്ക്, പാസീവ് റെസിസ്റ്റൻസിലേക്ക് അദ്ദേഹം പോയത് അല്ലേ. ഈ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് 1915 ശേഷം ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം തന്നെ എല്ലാ സമരമുറകൾക്കും നേതൃത്വം നൽകാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉത്തരം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണ്, വാട്ട് ഈസ് സത്യാഗ്രഹ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾ അല്ലേ. എന്താണ് സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തത്വങ്ങൾ വിശദീകരിക്കാനാണ്. അപ്പോൾ സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ്, ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു തത്വമായിരുന്നു സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെത്തേഡായിരുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ സമരമുറയായിരുന്നു സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനാണ് ചോദ്യത്തിലുള്ളത്. ഓക്കെ, നമ്മൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്തേണ്ടത്, സത്യാഗ്രഹ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയാസ് ഡെവലപ്ഡ് ബൈ മഹാത്മാഗാന്ധി അല്ലേ. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ ഉത്തരത്തിൽ എഴുതണം അല്ലേ. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയാസ് അല്ലേ. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി ആയിരുന്നു, ഒരു തത്വമായിരുന്നു എന്ത്, സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ അല്ലേ. ദ വേർഡ് കൺസിസ്റ്റ് 2 parts അല്ലേ. സത്യാഗ്രഹ എന്ന് പറയുന്ന സമയത്ത് അതിൽ 2 പാർട്ടുണ്ട് ആ ഒരു വേർഡിൽ, ആ ഒരു പദത്തിൽ. ഒന്ന് സത്യ എന്നുള്ളതാണ്, എന്ന് പറഞ്ഞാൽ ട്രൂത്ത് എന്നാണ്. അതേപോലെ തന്നെ ആഗ്രഹ അല്ലേ, ഫേം ഇൻസ്റ്റൻസൻസ് അല്ലേ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ത്വര, അതിനാണ് ആഗ്രഹം എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ സത്യാഗ്രഹ സത്യത്തോടുള്ള ഒരു ത്വര, ആ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഓക്കെ, ദസ് സത്യാഗ്രഹ മീൻസ് ദ ഫേം പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് ത്രൂ നോൺ വയലൻറ്റ് മീൻസ് അല്ലേ. നോൺ വയലൻ്റ് ആയിട്ട്, അഹിംസയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നിങ്ങൾക്ക് പോകാമെന്നുള്ളൊരു രൂപമാണ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സത്യാഗ്രഹം എന്നുള്ളൊരു വേർഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്തല്ലേ. അത് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ആശയം എന്താണ്, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്ത്. പിന്നീട് ചർച്ച ചെയ്യുന്നത് എന്താണ്, നോക്കി, സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന തത്വം അഹിംസയാണ് അല്ലേ. ഏറ്റവും ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് സത്യാഗ്രഹ ഈസ് അഹിംസ അല്ലേ. സത്യാഗ്രഹയുടെ ഏറ്റവും കോർ പ്രിൻസിപ്പിൾ എന്താണ്, അഹിംസയാണ്. അപ്പോൾ സത്യാഗ്രഹം എന്നുള്ള മെത്തേഡ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അഹിംസാപരമായിട്ടാണ് അല്ലേ, വയലൻ്റ് ആയിട്ടല്ല, അക്രമപരമായിട്ടല്ല മുന്നോട്ട് പോകേണ്ടതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അനീതിക്കെതിരെ പോരാടുമ്പോൾ എതിരാളിയെ ഹിംസിക്കരുതെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. തീർച്ചയായിട്ടും അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരാളെ ഒപ്പോണൻറ്റിൻ്റെ നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് എന്തായിരിക്കണം, അക്രമപരമായിട്ടുള്ള കാര്യങ്ങളും ഹിംസപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. പകരം എന്താണ് വേണ്ടത്, സ്വയം സഹനം അല്ലേ. സ്വയം സഹനം വേണം, നല്ല ക്ഷമ വേണം മുമ്പിൽ. അതേപോലെ തന്നെ സ്വയം ക്ഷമ കാണിച്ച് നൈതിക ശക്തിയിലൂടെ, നമ്മുടെ നല്ല അറിവിലൂടെ, നമ്മുടെ നല്ല ഉപദേശത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ എതിരാളിയെ മാറ്റണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അല്ലേ. അപ്പോൾ സത്യാഗ്രഹം എന്നുള്ള മെത്തേഡ് എന്താണ്, സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എതിരാളിയെ ആക്രമിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി കൊടുത്ത്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് മാറ്റുക എന്നുള്ളതാണ് അല്ലേ. അതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതേപോലെ തന്നെ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന രീതികൾ എന്ന് പറഞ്ഞാൽ ഉപവാസം അല്ലേ. ഉപവാസം എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് അല്ലേ, അസഹകരണ സമരം അല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ, ആ നിയമത്തോട് സഹകരിക്കാതിരിക്കുന്ന പ്രസ്ഥാനം. അതേപോലെ തന്നെ സിവിൽ അനുസരണക്കേട് അല്ലേ, കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കേൾക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അവരുടെ നിയമങ്ങൾ. അതേപോലെ തന്നെ സമരം അല്ലേ, ബഹിഷ്കരണം, അവരുടെ കാര്യങ്ങളൊക്കെ ബഹിഷ്കരിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്,
ഫാസ്റ്റിംഗ്, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസോബീഡിയൻസ്, സ്ട്രൈക്സ്, ബോയ്ക്കോട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ്. മലയാളം നോക്കുകയാണെങ്കിൽ ഉപവാസം, അസഹകരണ സമരം, സിവിൽ അനുസരണക്കേട്, സമരണം, ബഹിഷ്കരണം, ഇത്രയും കാര്യങ്ങളാണ് നോൺ വയലൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ രീതികൾ, ഈ ഒരു മെത്തേഡുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് ആ ചോദ്യത്തിന് ഉത്തരവും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം, അതിന് ഉത്തരവും. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക്, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഡിസ്കസ് ദ ചമ്പാരൻ സത്യാഗ്രഹം. അല്ലേ, ഒന്നാമത്തെ ബ്ലോക്കിൽ തന്നെ ഒരുപാട് സത്യാഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട്, കേദാർ സത്യാഗ്രഹം ഉണ്ട്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്ന് നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് ചർച്ച ചെയ്യുന്നത് ഡിസ്കസ് ദ ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ് ചമ്പാരനിൽ വെച്ച് നടന്നതെന്നാണ്. അല്ലേ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉത്തരം എഴുതുന്ന സമയത്ത് ചമ്പാരൻ സത്യാഗ്രഹം ഏത് സമയത്താണ്, അല്ലേ, എവിടെ വെച്ചാണ്, ആരാണ് നേതൃത്വം നൽകിയത്, എന്തായിരുന്നു അവരുടെ പ്രശ്നം, ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ആൻസറിൽ വന്നോ, അപ്പോൾ ഇതൊരു ഉത്തരം എന്തായി, ഒരു ആൻസർ എന്തായി, പെർഫെക്റ്റ് ആൻസറായി. അപ്പോൾ ആദ്യം ഇവിടെ വരുന്നത് എന്താണ്, ഇത് ചമ്പാരൻ സത്യാഗ്രഹം 1917 അല്ലേ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ടൈം ലൈനും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അല്ലേ, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അല്ലേ, was the first successful സത്യാഗ്രഹ ലെഡ് ബൈ മഹാത്മാഗാന്ധി. അല്ലേ, മഹാത്മാഗാന്ധിജി ലെഡ് ചെയ്തത്, നേതൃത്വം കൊടുത്തതിൽ ഏറ്റവും ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയിച്ച സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത്. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു അവിടെ, എവിടെ സമയം എവിടെയാണെന്നല്ല, ഏത് സമയത്താണെന്ന് പറഞ്ഞു അത് ഉള്ളത് പറഞ്ഞു, അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. ഇനി ഈ ടുക്ക് പ്ലേസ് എൻ്റെ സ്ഥലം പെട്ടോ പറയുന്നത് ചമ്പാരൻ ഡിസ്ട്രിക്ട് ഓഫ് ബീഹാർ, ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ചമ്പാരനിൽ ഉണ്ടായിരുന്നത്, എന്ത് സംഭവമായിരുന്നു, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരുന്നു ഈ ഒരു സമരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഫോഴ്സ്ഡ് പെസന്റ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ഓൺ പോർഷൻ ഓഫ് ദെയർ ലാൻഡ് അണ്ടർ ദ തിൻഖാത്തിയ സിസ്റ്റം. അല്ലേ, തീൻഖാത്തിയ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, സംവിധാനം. എന്താണ് തീൻഖാത്തിയ എന്ന് പറഞ്ഞാൽ, തീൻഖാത്തിയ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല, ഇത് ഈ വേർഡ് രണ്ട് വേർഡാണ്. തീൻ, ഒന്ന് തീൻ എന്നാണ്, തീൻ എന്നുള്ളതിനാണ് തിൻ എന്നുള്ള വന്നത്. പിന്നെ അത് ഖാഥ അല്ലെങ്കിൽ കാത്തിയ, ഇന്നാണ് കാത്തിയ എന്നുള്ളൊരു സാധനം വന്നത്. ഓക്കെ, തീൻ കാത്തിയ, തീൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം എന്താണ്, മൂന്ന് എന്നാണ്. അല്ലേ, മൂന്ന് എന്നാണ് അർത്ഥം. തീൻ എന്ന് പറഞ്ഞാൽ മൂന്ന്. അപ്പോൾ കാത്തിയ എന്ന് പറഞ്ഞാലോ, ഖാഥ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എ യൂണിറ്റ് മെഷർമെൻറ്റ് ഓഫ് ലാൻഡ് ആണ്. അല്ലേ, ഒരു യൂണിറ്റ്, ഇപ്പോൾ ഒരാൾക്ക് ഇത്ര ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 20 ഏക്കർ ലാൻഡ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു കാത്തിയ എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒരു കാത്തിയ. അപ്പോൾ ഒരു യൂണിറ്റ് ഇപ്പോൾ ഇതിനൊരു 10 കാത്തിയ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 10 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 20 കാത്തിയ ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ 3 കാത്തിയ എന്ത് ചെയ്യണം, ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം. അതാണ് നിയമം. ഇത് ഫോഴ്സ്ഡ് നിയമമാണ്, യൂറോപ്യൻകാരുടെ ഫോഴ്സ്ഡ് നിയമമാണ്. എന്ത്, ഒരാൾക്ക് 20 കാത്തിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 3 കാത്തിയ എന്ത് ചെയ്യണം, 3 കാത്തിയ എന്ന് പറയുമ്പോൾ 3 അത്രയും സ്ഥലം എന്ത് ചെയ്യണം, ഇൻഡിഗോക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഫുഡ് എന്ത് ചെയ്യാൻ പാടില്ല, ഭക്ഷ്യധാന്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇൻഡിഗോക്ക് കൾട്ടിവേറ്റ് ചെയ്യണം, നീലം കൃഷി കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഫോഴ്സ്ഡാണ്, അവർ നിർബന്ധിക്കണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ. അതെന്ത് ചെയ്തു, അത് ഈ കർഷകർക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. ദ പെസൻസ് സഫേർഡ് ഹെവി എക്സ്പ്ലോയിറ്റേഷൻ. അല്ലേ, അവർക്ക് വലിയ തരത്തിലുള്ള ചൂഷണം അവർ നേരിട്ടു. അപ്രോച്ച് ഗാന്ധിജി ഇങ്ങനെ നേരിട്ട സമയത്ത് അവരെന്ത് ചെയ്തു, ഗാന്ധിയെ സമീപിച്ചു ഫോർ ഹെൽപ്പ്. അല്ലേ, ഒരു സഹായത്തിന് വേണ്ടി സമീപിച്ചു. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഗാന്ധി കണ്ടക്ടഡ് എ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദെയർ ഗ്രീവിയൻസ്, ഓർഗനൈസ്ഡ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. അല്ലേ, അദ്ദേഹം അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ പരാതിയുടെ ഭാഗമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം നടത്തി. എന്താണ് ചമ്പാരനിൽ നടക്കുന്നത്, ഇവരൊക്കെ പറയുന്നത് സത്യമാണോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗാന്ധിജി കൃത്യമായിട്ട് പഠിച്ചു. അല്ലേ, ചമ്പാരനിൽ പോയി അവിടെ എന്താണ് നടക്കുന്നത് പഠിച്ചു. ആ സമയത്ത് പഠിച്ച അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു സമരം നടത്തി. അല്ലേ, പെസൻസിനെ, ആ കർഷകരെ മുന്നോട്ട് വെച്ചൊരു സമരം നടത്തി. ആ സമയത്താണ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ഓഫ് ഇൻക്വയറി. ആ ഒരു സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു കമ്മീഷൻ നിയമിച്ചു. അല്ലേ, ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു കമ്മീഷൻ നിയമിച്ചു. ഇൻ വിച്ച് ഗാന്ധി പാർട്ടിസിപ്പേറ്റഡ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട്, ഈ ഒരു കമ്മീഷനുടെ റിസൾട്ടായിട്ടാണ്, ഫലമായിട്ടാണ് ദ എക്സ്പ്ലോയിറ്റീവ് സിസ്റ്റം, ഈ ഒരു ചൂഷണ വ്യവസ്ഥ അല്ലെങ്കിൽ സംവിധാനം വാസ് അബോളിഷ്ഡ്, അത് ഒഴിവാക്കി ത്രൂ ദ ചമ്പാരൻ അഗ്രേറിയൻ ആക്ട്
1917 1917 ചമ്പാരൻ അഗ്രേരിയൻ ആക്ടിലൂടെ ഈ ഒരു സിസ്റ്റം ഒഴിവാക്കുകയാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം, എവിടെ വെച്ചാണ്, എന്നാണ്, ആരാണ് ലീഡ് ചെയ്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ദ മൂവ്മെൻറ്റ്, ഈ ഒരു മൂവ്മെൻ്റാണ്, ഈ ഒരു സമരമാണ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഗാന്ധിസ് ലീഡർഷിപ്പ് ഇൻ ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഏറ്റവും വലിയൊരു ലീഡർഷിപ്പായിട്ട് മാറിയത് ഫസ്റ്റ് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഇതാണ്, ഈ ഒരു മൂവ്മെൻറ്റാണ്, ഈ ഒരു സമരമാണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. എന്താണ് നാലാമത്തെ ചോദ്യം? എക്സ്പ്ലെയിൻ ദ അഹമ്മദാബാദ് സത്യാഗ്രഹ അല്ലേ. എന്താണ് അഹമ്മദാബാദിൽ വെച്ച് നടന്നതെന്നുള്ളതാണ് അല്ലേ. ഇതേപോലെ തന്നെ അഹമ്മദാബാദ് ഏത് സമയത്താണ്, എവിടെ വെച്ചാണ്, അത് എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിയ തന്നെ ഇതിൻ്റെ ഉത്തരം പൂർണ്ണമാവും. നമുക്ക് നോക്കാം. അഹമ്മദാബാദ് സത്യാഗ്രഹം 1917 നമ്മളെ ചമ്പാരൻ സത്യാഗ്രഹം 18 അഹമ്മദാബാദ് അല്ലേ. ഓക്കെ, അവിടെ ടെക്സ്റ്റൈൽ ഫാക്ടറി ഉണ്ടായിരുന്നു. അഹമ്മദാബാദിൽ ടെക്സ്റ്റൈൽസ് ഫാക്ടറി. ആ ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ വേതന വർധന ആവശ്യത്തിനായി നടന്ന സമരമായിരുന്നു. അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽസിലെ ഫാക്ടറി, അവിടുത്തെ പെസൻസ്, അതായത് പെസൻസ് മീൻസ് അവിടുത്തെ ജോലിക്കാർ, വർക്കേഴ്സ്, ആ വർക്കേഴ്സിൻ്റെ വേജ്, അവരുടെ വേതനം വർധനത്തിന് വേണ്ടിയിട്ട് നടന്ന ഒരു സമരമായിരുന്നു എന്ത്, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഓക്കെ, ലോകമഹായുദ്ധകാലത്ത് വില വർധന ഉണ്ടായതിനാൽ തൊഴിലാളികൾ വേതനം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു അല്ലേ. അവരുടെ സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, നല്ല വില വർധന ഉണ്ടായി. വേൾഡ് വാർ, ലോകമഹായുദ്ധം സംഭവിക്കുന്ന സമയമാണ് അല്ലേ, ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ സമയമാണ് 1918 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് വില വർധന ഉണ്ടായപ്പോൾ കട നടത്തിക്കുന്ന ആൾ അല്ലെങ്കിൽ വർക്കേഴ്സ് പറഞ്ഞത് വേതനം വർദ്ധിക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഫാക്ടറി ഉടമകൾ എന്ത് ചെയ്തില്ല, സമ്മതിച്ചില്ല, അംഗീകരിച്ചില്ല, ഈ ഒരു ഡിമാൻഡ് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ഗാന്ധി തൊഴിലാളികളെ മുഴുവനും സമരം നടത്താൻ പ്രേരിപ്പിച്ചു അല്ലേ, സമരം നടത്താൻ പ്രേരിപ്പിച്ചു. ആ സമയത്ത് സമരം എന്ത് ചെയ്തു, സമരം വീക്കനായി ക്ഷീണിച്ച സമയത്ത് അദ്ദേഹം ഉപവാസ സമരം, ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു, സമരം നടത്തി അല്ലേ, ഒരു സ്ട്രൈക്ക് നടത്തി. ആ സ്ട്രൈക്ക് എന്ത് ചെയ്തു, ക്ഷീണിച്ചപ്പോൾ മീൻസ് ആ ഒരു സ്ട്രൈക്ക് എന്ത് ചെയ്തിട്ടില്ല, റിസൾട്ട് കണ്ടില്ല. ആ സമയത്ത് എന്ത് ചെയ്തു, അദ്ദേഹം ഫാസ്റ്റ് ചെയ്തു, ഉപവാസ സമരം നടത്തി. മരിക്കുന്നവരെ ഞങ്ങൾ വെറുതെ എടുക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു സമയത്ത് ഫാക്ടറി ഉടമകളൊക്കെ ആകെ എന്ത് ചെയ്തു, അവരൊക്കെ ആകെ ഒരു പ്രഷറിലായി. അവസാനം ഫാക്ടറി ഉടമകൾ തൊഴിലാളികൾക്ക് 35% വേതന വർധന അനുവദിച്ചു അല്ലേ. ഇതാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. അഞ്ചാമത്തെ ഒരു ചോദ്യം, ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ഒരു ചോദ്യമാണ്. ഓക്കെ, റൈറ്റ് എ നോട്ട് ഓൺ ഖേദ സത്യാഗ്രഹ. എന്താണ് ഖേദ സത്യാഗ്രഹ അല്ലേ. ഇതേപോലെ തന്നെ ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ 1918 നടന്നതാണ്. ഓക്കെ, വാസ് ഓർഗനൈസ്ഡ് ഇൻ ഗുജറാത്ത് അഗെയിൻസ്റ്റ് ഹെവി ലാൻഡ് റവന്യൂ ഡിമാൻഡ്സ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലേ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭൂനികുതി വല്ലാതെ അങ്ങോട്ട് നല്ലോണം കൂട്ടി. അപ്പോൾ അതിനെതിരെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഗുജറാത്തിൽ നടന്ന ഒരു സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം. ടൈം 1918. ഓക്കെ, ഇവിടെ എന്തുണ്ടായത്, വിളനാശം, അതായത് അവരുടെ ക്രോപ്പൊക്കെ നശിച്ചു. അതായത് പല കാരണങ്ങളെ കൊണ്ട് നശിച്ച ക്രോപ്പ് ഉണ്ടായിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, റവന്യൂ കൊടുക്കേണ്ടി വന്നു, ടാക്സ് കൊടുക്കേണ്ടി വന്നു. ഒന്ന് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ വിളനാശം സംഭവിച്ച ആളെങ്ങനെയാണ് പിന്നെ ടാക്സ് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും നഷ്ടമാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ ഭൂനികുതി ഈടാക്കാൻ ശ്രമിച്ചു അല്ലേ. ആ ഒരു സമയത്താണ് ഈ ഒരു സമരം ഉണ്ടാകുന്നത്. ഓക്കെ, ഗാന്ധിയും വല്ലഭായ് പട്ടേലും നേതൃത്വം നൽകി കർഷകർ നികുതി അടയ്ക്കാൻ നിരസിച്ചു അല്ലേ. അവർ നേതൃത്വം നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യൂ, അടങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു, കർഷകരൊക്കെ ഒന്ന് ടാക്സ് അടച്ചില്ല. അവസാനം സമരം സമാധാനപരമായിട്ട് നടന്നു അല്ലേ. അവസാനം സർക്കാർ നികുതി ഈടാക്കൽ താൽക്കാലികമായിട്ട് നിർത്തുകയും ചെയ്തു. പിടിച്ചെടുത്ത സ്വത്തുകളൊക്കെ തിരികെ നൽകുകയും ചെയ്തു. ഇതാണ് ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലേ. ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ 1918 ഗുജറാത്തിൽ വെച്ച് നടന്ന സത്യാഗ്രഹമാണ് അല്ലേ. ബ്രിട്ടീഷുകാരെ വിളനാശം സംഭവിച്ചിട്ട് പോലും എന്ത് ചെയ്തു, അവർക്ക് നല്ലൊരു ഭൂനികുതി കൊടുത്തു അല്ലേ, അല്ലെങ്കിൽ ഭൂനികുതി കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും നേതൃത്വം നൽകിയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സമരം ചെയ്യാമെന്ന് പറഞ്ഞാൽ സമരം ചെയ്തു. അങ്ങനെ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ലാസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ ഒരു നികുതി ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അതുവരേക്കും താങ്ക്സ്. ഉഷാറായിട്ട് പഠിക്കുക, നല്ല ഉഷാറായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.